പെരുമഴയത്ത് രണ്ട് പെൺമക്കളുമായി സുരക്ഷിതമായി ഒന്ന് അന്തിയുറങ്ങാൻ കൊതിക്കുകയാണ് താന്യം പഞ്ചായത്ത് 2-ാം വാർഡ് ചെമ്മാപ്പള്ളി വടക്കുമുറിയിലെ ഒരു കുടുംബം. അറയ്ക്കൽ ഇളയേടത്താട്ടിൽ വാസുദേവനും ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്ന് അവശയായ ഭാര്യ സ്മിതയും സ്വസ്ഥമായി ഒന്ന് കണ്ണടച്ചിട്ട് വർഷങ്ങളായി. വീട്ടിലേക്ക് കയറി മുകളിലേക്ക് നോക്കിയാൽ ഭയമാകും. മേൽക്കൂരയെല്ലാം ദ്രവിച്ച് ഏത് സമയവും നിലം പൊത്താവുന്ന അവസ്ഥ. ചെറിയ കാറ്റ് വന്നാൽ പോലും ഓടിളകി വീഴുമെന്ന ഭീതിയാണ്. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടും പഴയ ഫ്ലക്സ് കൊണ്ടും മേൽക്കൂര മറച്ചിട്ടും ഇത്തവണത്തെ കാറ്റിലും മഴയിലും രക്ഷയായില്ല. സ്വന്തമായുള്ള 8.5 സെന്റ് സ്ഥലത്ത് ഒരു വീടിനായി ഇവർ മുട്ടാത്ത വാതിലുകളുമില്ല. 7 വർഷത്തോളമായി ലൈഫ് മിഷനിൽ വീടിനായി നിരന്തരം അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. താന്യം പഞ്ചായത്ത് അധികൃതരിൽ നിന്ന് വീട് പാസ്സായിട്ടുണ്ട് എന്ന മറുപടി ലഭിക്കുന്നതല്ലാതെ ഒന്നും നടന്നില്ല. ഈ വഴിക്കൂടൊക്കെ നടന്നു പോവും. അപ്പം ശരിയാക്കി തരാൻ പറച്ചിൽ മാത്രമല്ല, ഒരു കാര്യത്തിന് ഒരാളായിട്ട് വരുന്നില്ല. എനിക്ക് 2 പെൺകുട്ടികളാ. പിന്നെ ഞാൻ വയ്യാത്തതാ. എൻ്റെ ഭർത്താവ് കൂലിപ്പണിക്കാരനാ. ആൾക്ക് കിട്ടുന്ന കാശുണ്ട് വേണം ഓരോ കാര്യങ്ങൾ നടത്താനായിട്ട്. വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് പോലും തുക അനുവദിച്ചുമില്ല. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലും വീടിന് അപേക്ഷിച്ചിരുന്നു. പക്ഷാഘാതം ബാധിച്ച് ഒരു വശം തളർന്ന സ്മിത 10 വർഷമായി ചികിത്സയിലാണ്. വാസുദേവന് കൂലിപ്പണിയാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പൂർത്തിയാക്കിയ ശ്രുതിക്കും +2 വിദ്യാർത്ഥിയായ ശ്വേതയ്ക്കും എന്തു ചെയ്യണമെന്നറിയില്ല. ഇവിടെ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് 9 വർഷമായി. 9 വർഷം മേലെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ വാടകയ്ക്കായിരുന്നു ആദ്യം തന്നെ. അവിടെ നിന്ന് ഞങ്ങൾ അച്ഛൻ്റെ വീടൊക്കെ വിറ്റിട്ട് ആ ഒരു ഷെയറിൽ ആറ്റിന് വിറ്റ് വാങ്ങിയൊരു വീട്. പക്ഷേ ഇതിപ്പോൾ 40 വർഷത്തിന് മേലെ ഇത് കുഴപ്പമുണ്ട്. ഇപ്പോൾ നമ്മൾ 9 വർഷം ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അമ്മയ്ക്ക് വയ്യാണ്ടായി. അതിൻ്റെ ഇടയ്ക്ക് സ്ട്രോക്ക് വന്നൊരു ഭാഗം തളർന്നിരിക്കുന്ന ആളാണ്. ഇത്രയും നാളും അത് കഴിഞ്ഞിട്ട് ഓരോ മഴ വരുമ്പോൾ തോറും ഇവിടെ ആകെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സാധനങ്ങൾ വീട്ടിലും കാര്യങ്ങളും 9 വർഷമായിട്ട് ഇതുവരെ ഒരു ഇതുണ്ടായി. നമ്മൾ കുറേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗ്രാമസഭയിൽ 2-3 വട്ടം വെച്ച് കൊടുത്തു. 3 വട്ടം വെച്ച് കൊടുത്തതും പാസ്സായിട്ട് നമ്മൾ അവിടെ പോയിട്ട് കാര്യങ്ങൾ ഇവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും പറയുകയോ ഒന്നും ഉണ്ടായില്ല. പാസ്സായില്ല. പിന്നെ ഫണ്ടില്ല. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അത് നമ്മൾ ലൈഫ് മിഷനിൽ 2022 തൊട്ട് വെച്ച് കൊടുത്തു. അന്ന് വന്ന സമയത്ത് പ്രധാനമന്ത്രി ഇതിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്സാവേ പൈസ കിട്ടേ എന്തെങ്കിലും വന്ന് നോക്കിയേ. മെമ്പറാണെങ്കിലും ഇപ്പോൾ വന്നിട്ട് നോക്കിയിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞ ആള് പോയി. പിന്നെ ഒരാൾ ഇവിടെ വന്നിട്ട് നോക്കി. ഞങ്ങളിവിടെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കിടന്നിട്ട് ഇത്രയും നാൾ ഇവിടെ കിടന്നിട്ട് ഞങ്ങളുടെ ഒരു കാര്യം നോക്കാൻ വരുമൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇന്നലെ വരെ ഈ മഴയും കൊണ്ട് ഇവിടെ കിടക്കുക ചെയ്തത്. പിന്നെ അവിടെ പാർട്ടിക്കാർ കുറച്ച് പേര് വന്നിട്ടാണ് ഞങ്ങളെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ട കാര്യത്തിന് മഴയുടെ വിടുന്നു. ഇന്നലെ തന്നെ ഒരുപാട് ഓടുകൾ വീണിട്ട് ഞങ്ങൾ ഇവിടെ ഒരു വയ്യാത്ത അമ്മയുള്ളതാ. ഈ നമുക്ക് വേണമെങ്കിൽ ഓടിപ്പോവാം, പക്ഷെ അമ്മയ്ക്ക് ഓടാൻ പറ്റില്ല. അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് ആശുപത്രി ചെലവ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതന്നെ ഞങ്ങൾ ഓടാനായിട്ട് കടമാഞ്ചേട്ട് ചെയ്യണം. അച്ഛനാണെങ്കിൽ ഇടയ്ക്കിട്ട് പണിയുള്ളൂ. ചേച്ചിക്കാണെങ്കിലും ചേച്ചിയുടേതായിട്ടുള്ള വയ്യായികളും കാര്യങ്ങളും ഒരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന ആളാ. 10-22 വയസ്സായിട്ടുള്ളൂ. പക്ഷെ ആൾക്ക് ഒരുപാട് അമ്മയ്ക്ക് വയ്യാണ്ടായിട്ടുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഒരുപാട് ആശുപത്രി ചെലവ് വരുന്നുണ്ട്. അമ്മയ്ക്കായാലും ഇപ്പൊ ആശുപത്രി കൊണ്ടുപോകാൻ പോലും ഞങ്ങൾക്ക് ഒരു ഇതില്ലാണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. രോഗബാധിതയായ അമ്മയെ പരിചരിക്കേണ്ടതിനാൽ ശ്രുതിക്ക് പഠനം തുടരാനും ജോലിക്ക് ശ്രമിക്കാനുമായിട്ടില്ല. ഭാര്യയുടെ ചികിത്സാ ചെലവുകളും മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളും ജീവിത ചെലവും കഴിഞ്ഞാൽ പിന്നെ കയ്യിലൊന്നുമില്ലാത്ത അവസ്ഥയിലാണ് വാസുദേവൻ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഇവർക്ക് പഞ്ചായത്തിൽ നിന്നുള്ള പാലിയേറ്റീവ് പരിചരണവും ഇതുവരെ ലഭിച്ചിട്ടില്ല. അത്രയും സങ്കടം തോന്നുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ആ കുട്ടിയോട് അമ്മ വന്നിക്കണെന്ന് ആകെ തളർന്നിരിക്കുന്ന ഒരാളാണ്. വേറെ സാമ്പത്തിക ശേഷി അതിൽ അച്ഛൻ കൊണ്ടുവന്നിട്ട് വേണം ഞങ്ങൾക്ക് ഉപജീവനം. ഇപ്പോൾ 2 ആളും പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരൊക്കെ ഒരു വീട് ഒരു സ്വപ്നം തന്നെയാണ്. ആ ചേച്ചിയുടെ അവസ്ഥ അത്രയും മോശമാണ്. ആ തുടക്കത്തിലൊക്കെ ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു. ഏത് വോട്ടിൻ്റെ സമയത്ത് ആൾക്കാർ വരുമ്പോഴും ഞാൻ പറയും ഇവർക്കൊരു വീട് ഇട്ടാൽ ഞങ്ങൾക്കേ തന്നില്ല. പക്ഷേ പഞ്ചായത്തിൽ നിന്ന് ഒരു ആനുകൂല്യങ്ങളും ഇവർക്ക് കിട്ടില്ല. മെമ്പർ ഈ വശത്തേക്ക് കടക്കൂല. ഒരാളുമില്ല പഞ്ചായത്തിൽ നിന്ന്. പ്രദേശത്തെ BJP ഭാരവാഹിയായ സുരേഷ് ബാബുവിന് വീടിന്റെ അവസ്ഥയെക്കുറിച്ച് ശ്വേത അയച്ചുകൊടുത്ത വീഡിയോയിൽ നിന്നാണ് ഇവരുടെ ദയനീയാവസ്ഥ പുറം ലോകം അറിഞ്ഞത്. ഉടൻ തന്നെ BJP പ്രവർത്തകരായ സന്തോഷ് തണ്ടാശ്ശേരി, സുരേന്ദ്രൻ കുട്ടുമാക്കൽ, ബിജു പൊന്നമ്പലത്ത്, CR രാധിക എന്നിവർ സ്ഥലത്തെത്തി ഇവരെ താൽക്കാലികമായി മറ്റൊരു വീട്ടിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
അത് വീടിൽ വെച്ചാൽ വെള്ളം വീഴുക, മഴ പെയ്യുന്നമാതിരി തന്നെ വെള്ളം മുകളിൽ നിന്ന് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക, തുടർന്ന് ഓടുകൾ ഇങ്ങനെ വീണ്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് അപ്പം അപ്പനിക്ക് വരാൻ പറ്റില്ല, ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് കഴിഞ്ഞ് അപ്പം ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നു. നമുക്ക് ഇവിടേക്ക് ഇവിടെ കിടക്കാൻ പറ്റുന്ന കണ്ടീഷനാണ്. അപ്പം നമ്മൾ വേറെ നമ്മുടെ കൂട്ടുകാരൻ്റെ BJP-കാരൻ തന്നെയാണ് വിളിച്ച് അവനെ വിളിച്ചപ്പോൾ അവൻ ഒറ്റയ്ക്ക് താമസിക്കണത്. അതുകൊണ്ട് പറഞ്ഞ ഇന്നത്തെ രാത്രി അവർക്ക് ഒരു ഷെൽട്ടർ ഒതുക്കാൻ പറ്റുമെന്ന് വെച്ചു. അവൻ സമ്മതിച്ചു. ഇന്നലെ ഞങ്ങൾ മാറ്റി ഇപ്പോൾ താൽക്കാലികമായിട്ട് ഞങ്ങളിപ്പോൾ ഒരു വീട് ശരിയാക്കി അതിപ്പോൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വാർഡ് മെമ്പറോട് പണ്ടൊന്നും യാതൊരു കാര്യം ഉണ്ടായിട്ടില്ല. ഇതായിരിക്കും ഇവരെ അനുഭവമാണ്. ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ജീവിതമാണ് ഇവർ. ഇവർ അച്ഛനെ നമ്മൾ വളരെ അടുപ്പുള്ള ആളാണ്. ഇപ്പോൾ ഞങ്ങൾ BJP പ്രവർത്തകർ മാത്രമേ ഇതിന് വന്നിട്ടുള്ളൂ. ഇവിടെ വേറൊരു കാര്യത്തിനൊരു വാർഡ് മെമ്പറോ വേറെ ആൾക്കാരോ വന്നിട്ടില്ല.